ഹലോ, അപ്പോൾ എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. നമ്മൾ കവയിൽ പോയി കഴിഞ്ഞിട്ട് മലമ്പുഴയ്ക്ക് വന്ന വീഡിയോ ആണ് കേട്ടോ. അത് കവയിൽ പോയ ദിവസം തന്നെ ഞങ്ങൾ കവയിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് മലമ്പുഴയ്ക്കാട്ടോ പോയത്. ആ വീഡിയോ ആണ് കേട്ടോ അത്. ഇനി കവയുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. മലമ്പുഴ പോവാം, മലമ്പുഴ പോവല്ലേ? അപ്പൊ ഇനി നേരെ മലമ്പുഴയിലോട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ പോകുന്നത് കാരണം ഞങ്ങളൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉച്ചാകുമ്പോൾ ഫുഡ് കഴിച്ചതായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ തന്നെ 4-5 മണിയൊക്കെ ആയി. ആകെ തലവേദനിച്ച് പുകഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് തലവേദന വന്നാലും ഞാൻ ചായ ഒന്നും കുടിക്കില്ല. ചായനോട് ഞാനൊരു ലേശം വിരോധമുള്ള ആളാണ്. അപ്പോൾ പിന്നെ കാക്കു പറഞ്ഞു കാക്കു ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കാക്കു ചായക്കടയിൽ കയറി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഈ ഉപ്പിലിട്ട കടയൊക്കെയുള്ള കൊടുത്തേക്ക് ഞാൻ പോയി. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞു ഇപ്പച്ചി എന്താ കഴിക്കണമെന്ന് നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. തരികിടകളാണ് മൊത്തം, ഇതും തിന്നാ അതും തിന്നാന്നുള്ള ഐഡിയക്ക് പോയതാണ്. പക്ഷെ ഓൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെയും റിട്ടേൺ ഈ കടയിലോട്ട് തന്നെ വന്നു കേട്ടോ. അതിൻ്റെ അടുത്തൊക്കെ ഒരുപാട് കടകളുണ്ടായിരുന്നു. പക്ഷേ ഈ കടയിൽ പുറത്തിങ്ങനെ വെച്ച് കട്ട് ചെയ്ത് വെച്ചത് കണ്ടപ്പോൾ ഓൾക്ക് ഒന്നും കൂടി ഇഷ്ടമായത് ഈ ഒരു കടയിലുണ്ട്. അപ്പോൾ പിന്നെ ഈ കടയ്ക്ക് തന്നെ ഇങ്ങോട്ട് നടന്നിട്ട് വന്നു കേട്ടോ ഞങ്ങൾ. അപ്പോൾ മറ്റേ എന്താ പറയുക, മാങ്ങ ഉപ്പിലിട്ടത്, പിന്നെ മാങ്ങ പൊളിച്ചിട്ട് ഉപ്പും മുളകും തിരുമ്പിയത്, അതുപോലെ തന്നെ മുളക് മറ്റേ നമ്മുടെ ബജിയുടെ മുളകുണ്ടല്ലോ അങ്ങനത്തെ മുളകുണ്ടായിരുന്നു. പിന്നെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അതിൽ. മച്ചു ഇതാ കരയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മച്ചു ഒറ്റയ്ക്ക് ഒരെണ്ണം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ, ഈ പൈനാപ്പിളിന് വേണ്ടിയിട്ട്. കണ്ടോ, പൈനാപ്പിൾ കഴിക്കണം നോക്കി നോക്കാം. അത് വായിൽ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാമെന്ന് വിചാരിച്ച് കൊടുക്കാതിരുന്നതാണ്. വലിയ വലിയ പീസായിരുന്നു. പിന്നെ അത് കഷ്ണം വെട്ടാനോ നമ്മളത് മേടിക്കാനോ ഒന്നും ഒരു സമ്മതിക്കൂല. അപ്പം പിന്നെ എന്തായാലും പറഞ്ഞത് കേൾക്കാതെ മേടിച്ചു. പിന്നെ അവസാനം വലിയ കഷ്ണമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിലൊരു പീസ് കയ്യിലെടുത്തിട്ട് ഓന് കടിച്ച് നടക്കുകയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വന്നു. അപ്പോൾ കാക്കു ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ ഞങ്ങൾ ചോളനും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മച്ചുവിൻ്റെ ചോളം കഴുകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കാക്കു എടുത്ത് വരുന്നവരെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ മുന്നിൽ നിറച്ച് നായ്ക്കളുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനും കുട്ടികളും വല്ലാണ്ട് അങ്ങോട്ട് പോയില്ല. ഞങ്ങൾക്ക് 3 ആൾക്കും പേടിയാണ് കേട്ടോ. മച്ചുവിന് ആദ്യം പേടി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 2 ആളും പേടി എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ മച്ചുവിനും പേടിയാണ് കേട്ടോ. കാക്കു അറിയാം ആ കുട്ടീനെയും കൂടി ഞങ്ങൾ പേടിപ്പിച്ചു. പിന്നെ അവിടെ ദൂരെ ഒരു കടയിൽ 99 രൂപക്ക് ബാഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ. ദൂരെ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ദൂരമൊന്നുമല്ല. പിന്നെ എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാണ്ട് പോരാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ സൂം ചെയ്തിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബാഗ് കാണാൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ കുറച്ച് ഓൾഡാണെന്ന് തോന്നുന്നു സംഭവങ്ങൾ. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ 99 രൂപക്ക് മേടിച്ചാലും 99 ദിവസം പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട്. അതോ ഇനി പൊടിയാണോ എന്നും അറിയില്ല. എന്തായാലും നല്ല പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ആക്കപ്പോട്ടെ, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. അപ്പോൾ ചോളം കഴിയൊക്കെ കഴിഞ്ഞ് ഓരോരുത്തിട്ട് വലിച്ചെറിയിട്ട് തന്നെ വേണ്ടടാ. വീഴുമെങ്കിൽ എന്താ പതുക്കെ നടന്നാ മതി, എന്നാ വീഴൂല. വീഴമ്മന്ന് വെച്ചിട്ട് വീഴമ്മ. ചെരുപ്പ് ഊരി അടിയാണ് കേട്ടോ. ചെരുപ്പ് ഊരണ്ട കുട്ടി. എന്ത് കുടറുള്ളിൽ കയറുമ്പോൾ ഞാൻ അവസാനം ചെരുപ്പ് ഊരൂലെന്നാ ഊരണ്ടാറുണ്ട്. ഇവനെ ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ കയറുമ്പോൾ ചെരുപ്പ് ഊരി കയറണേ. അതാണ് ഈ ചെരുപ്പ് വലിച്ചെറിയണത്. കാറിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ചെരുപ്പ് ഊരിയ. നല്ല മര്യാദ ഉള്ള കുട്ടിയാണ് കേട്ടോ എൻ്റെ കുട്ടി. എന്തായാലും മലമ്പുഴ ഉള്ളിൽ കയറുമ്പോഴും കൂടി ചെരുപ്പ് ഊരിയിട്ടേ കയറുള്ളൂ എന്ന് ആദ്യമായിട്ടേ കാരണം അവിടെ ഒരാൾ ഇങ്ങനെ കയറി പോകുന്നുണ്ടാകുക. ആൾ നല്ല ഒരു കുട്ടി. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇനി ഓലൊരു ലോകത്തേക്ക് പോവുകയാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ വന്നിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. കുട്ടികളെ പിന്നാലെ നടക്കുക, അത്ര തന്നെയുള്ളൂ നമ്മുടെ പരിപാടി. പിന്നെ ഓൽക്കൊരു പൊലിവായിക്കോട്ടെ എന്ന് വിചാരിച്ച് വന്നതാണ്. കവയ്ക്ക് ഇന്ത്യയും കാക്കൂനെയും ഇഷ്ടപ്രകാരം ഞങ്ങൾ പോയതാണ് കേട്ടോ. അവിടെ കാണണമെന്ന് ഞങ്ങൾ ഫോണിലൊക്കെ കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് ഞങ്ങളായിട്ട് തീരുമാനിച്ച് ഞങ്ങൾ പോയതാണ്. അപ്പോൾ പിന്നെ പോണ വഴിയിൽ കുട്ടികൾക്ക് മലമ്പുഴയിലും പോവാം, ഓൽക്കൊരു പൊലിവാവൂലേ എന്ന് വിചാരിച്ച് പിന്നെ അവിടെയും പോയിട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇവിടേക്ക് ഒന്ന് കയറിയിരുന്നു. പിന്നെ കുട്ടികളെ പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് റൗണ്ട് അടിച്ച് നടന്നിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് നടക്കാനോ ഇതൊന്നും ഉണ്ടായില്ല. കുറേ നേരം ഇരുന്ന് പോകുന്നത് കാരണം ഇരുന്ന് കാലൊക്കെ വേദനിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ നടന്ന് കുറച്ച് നേരം കാലൊക്കെ വേദനിച്ച് കഴിഞ്ഞ് കുട്ടികളെ കൊണ്ട് കളിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു.
മച്ചുനയിൽ കയറ്റിയിട്ടെ. പാലം പാലം 50 പേരിൽ കൂടുതൽ കയറിയാൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. മച്ചോ 50 പേരിൽ കൂടുതൽ പോയാൽ അപകടത്തിലാണ്. അപകടത്തിലല്ല, അപകടം. അപകടം. നടക്ക്. ഇതെന്താക്കോ വേസ്റ്റോ നാറിയിട്ട്. ഇതൊരു സ്മെല്ലാ. റബ്ബേ. പച്ച പോയാ ഞാൻ സ്കൂൾ പഠിക്കുമ്പോ ഞാന് ടൂർ വന്നിട്ട് ഞാൻ അവിടെ നിൽക്കരുത് കരഞ്ഞിട്ടേ. മോനിയോ അയ്യോ ഞാൻ ബോട്ടിംഗ് ഒക്കെ നിർത്തി വെച്ചിക്കാണെന്ന് തോന്നുന്നു. യാതൊരു അനക്കങ്ങളും ഇവിടെ ഇല്ല. സ്കൂളൊക്കെ തുറന്ന് ആരും വരാത്തൊരു ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നു ബോട്ടിങ്ങൊക്കെ അവിടെ നിർത്തി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വേണ്ടവർക്ക് പോകാൻ തോന്നുന്നു. 1-2-3 ആളുകളൊക്കെ വരികയാണെങ്കിൽ പോകാന്നുള്ള രീതിയിൽ 1-2 ആളൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു പാലത്തുമ്മ ചാടിയിട്ട് വെച്ചു? പാലെങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മണല്ലായിരുന്നു. നമുക്ക് ആ സെന്റ് മേടിക്കണം അല്ലേ? ആ സെന്റ്, ആ മണമുള്ള സെന്റ് മേടിക്കണം. മച്ചുവിന് മോനുവിന് സ്കൂൾക്ക് പോകുമ്പോൾ അടിക്കാർ. ഇതാ സ്കൂളത്തെ ക്ലാസ്സിൽ എല്ലാവരും ഓടും. പോരെ. പാലത്തുമ്പോൾ മൊത്തം വേസ്റ്റ് ഇതും കച്ചറി ഇതുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബോട്ടിങ്ങിലൊന്നും പോകാത്ത കാരണം വെറുതെ ഒരു മണം കേൾക്കാൻ വേണ്ടി മാത്രം, മണം ആസ്വദിക്കാൻ വേണ്ടി മാത്രം, അങ്ങനെ വേണമെങ്കിൽ പറയാം, ആ പാലത്തുമ്പോൾ കയറിയ മാതിരിയായിട്ടോ. പിന്നെ അതാ മോന് എന്ത് കാട്ടിയാലും കാട്ടാൻ വേണ്ടി നടക്കുകയാണ് മച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ മോന് പറഞ്ഞു പാർക്കൊക്കെ പോകുമായിരുന്നു, പാർക്കിൻ്റെ വഴി ഏതാണ്. അപ്പോൾ ഞങ്ങൾ കറങ്ങി പാർക്കിലോട്ട് തന്നെയാണ് പോണത്. പക്ഷേ ഞങ്ങൾ അവിടെ നിന്നാണ് കേട്ടോ നേരെ അങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച്, ഏതായാലും ഒരു കറക്കം കൂടി ആവുമല്ലോ അത് വിചാരിച്ച്. ആ ഊഞ്ഞാലേ പോണോ? ഈ വിഗുവോ ജോ പേടിത്തോണ്ടനാണ്. ജൈനിയും കൂടി പേടിത്തോണ്ടനാക്കും. പൂച്ചനെ? പൂച്ചനൊന്നുമില്ല പിക്കാം. പൂച്ചല്ല, ഇല്ല ആടാണ്. ആട് ആടാണ്. പോരെ പോരെ. കമോൺ ഗൈസ്, നടക്കേ. പാർക്കെത്തി നടക്കൂ. ആ പാർക്ക് നിന്ന് കൊയങ്ങി ക്ഷീണിച്ചത് ഒരാൾ വരുന്നു. ഇതാരാ വെച്ചോ? കുത്തയുടെ വേറെ പേരെന്താ? അങ്കിൾ. കുത്തക്ക് ഇത്രയും നല്ല റെസ്പെക്റ്റ് ഉള്ള പേരിട്ട കുട്ടി എൻ്റെ കുട്ടി മാത്രമായിരിക്കും. പിന്നെ മൊത്തം കളിയോട് കളിയായി, കരച്ചിലായി, പിരിച്ചിലായി, കുറേ അങ്കമിട്ടായി. കാരണം അവിടെ 4 പുറം കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കുട്ടികളെന്ന് പറയാൻ കുറേ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ കളിസാധനങ്ങളും അതിന് പാകമൊത്ത കുറച്ച് കുട്ടികളും എന്ന് പറഞ്ഞ മാതിരി കുറച്ച് കുട്ടികൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ മോനും ഇതുമ്മേ വേറൊരാൾ അതിൻ്റെ മേലെ കയറിയിട്ട് താഴെ വരുന്നത് കണ്ടപ്പോൾ ആ ഒരു ഇതിൽ കയറി നോക്കിയതാണ്. പക്ഷേ നോക്കിയ ആൾ കുറേയൊക്കെ എത്തുമെന്ന്. മേലെ എത്തിയപ്പോൾ പറഞ്ഞു എനിക്ക് താഴ്ത്തു നോക്കുമ്പോൾ പേടിയൊക്കെയാണ്. അപ്പോൾ പിന്നെ ഓൻ പറഞ്ഞു വേണ്ട ഞാൻ ഇറങ്ങിപ്പോരാന്ന്. അപ്പം ഞമ്മക്കും നല്ലത് അതാണ്. ചിലപ്പോൾ മേലെ നോക്കിയിട്ട് ഓനെങ്ങാനും വെയ്യാണ്ടേ തലവേദനിച്ചിട്ട് താഴത്തേക്ക് ആട് എന്തെങ്കിലും ചെയ്ത് ആകെ പണി പാളിയില്ലേ. മച്ചുവിനൊരു തുണ വേണം ഊഞ്ഞാലാടാൻ. അതുകൊണ്ട് ഞാനും മച്ചും ഊഞ്ഞാലാടി തിമിർത്തു എന്ന് പറയാലോ. കുറേ കാലമായി ഇങ്ങനത്തെ ഊഞ്ഞാലയിലൊക്കെ ഇങ്ങനെ ആടിയിട്ടിരുന്നിട്ട്. മച്ചൂരാണെങ്കിൽ ഒറ്റക്കാടാൻ പേടി. അപ്പോൾ പിന്നെ ഞങ്ങൾ 2 പേരും കൂടി അങ്ങോട്ട് ആടി. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മലമ്പുഴക്ക്. അപ്പോൾ
ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നമുക്ക് കുട്ടികൾക്കൊന്നും കളിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേ കുട്ടികളുണ്ടായിരുന്നു. നമുക്ക് തീരെ കളിക്കാൻ പറ്റിയിട്ടില്ല എന്നല്ല, ഇന്ന് മതി മറന്ന് കളിക്കുക എന്ന് പറയുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് പേര് ഞാൻ പറഞ്ഞല്ലോ, കുറേ സാധനങ്ങളും ഉണ്ടായിരുന്നു. അതിന് ഒരു പാകത്തെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞതാ അടുത്ത കളിയിലോട്ട് തുടങ്ങി. കുതിരല്ലടാ, താറാവാണ്. താറാവ്, ഡക്ക്. എന്താണ് ഡക്ക്? ഡക്ക്, താവാറല്ല, ഡക്ക്. ഡക്ക് കച്ചാണ് ഞങ്ങള്. മഴ എല്ലാരും ചൂടായി. പിന്നെ മരച്ചോട്ടിൽ കുറച്ച് മഴ കുറവാണെന്ന് പറഞ്ഞ് വാപ്പിയും മക്കളും പാടെ അങ്ങോട്ട് പോയിട്ട് നല്ല മഴ കാരണം പിന്നെ അവിടെ വല്ലാണ്ട് നിൽക്കുകയൊന്നും ചെയ്തില്ല. അവിടെ നിന്ന് വേഗം പോന്നു. ഈ ഒരു മഴക്കളി കാരണം മൊത്തത്തിൽ പനി പിടിച്ച് കിടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് പോരുന്ന വഴിക്കുന്ന് പിന്നെ ആ ഷോപ്പിലേക്ക് വേഗം ഓടി കയറി. പിന്നെ ഷോപ്പ് കണ്ടാൽ ഓടി കയറാൻ അതിരിക്കാൻ കുട്ടികൾക്ക് അത്ര വിവരമില്ലായ്മയൊന്നും ഇല്ലല്ലോ. ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ബുദ്ധിയാണ്. മിഠായി തിന്നണം, പല്ല് കേടയിരുത്തണം എന്നുള്ള കാര്യത്തിൽ. എന്താണ് അവർക്ക് ഈ പല്ല് കേടയിരുന്ന് പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞാൽ അറിയാത്തത്. പിന്നെ ഓല ഏതായാലും കയറിയതല്ലേ, അപ്പോൾ പിന്നെ നമ്മളായിട്ട് കുറക്കണമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഓരോ മാംഗോ ബാറും മേടിച്ചു. ഓൽക്ക് ഓരോ വാനിലയുടെ ഐസ്ക്രീമും പിന്നെ മറ്റേ എന്താ പറയുക ചോളോൻ്റെ ഏണെന്നൊക്കെ പറഞ്ഞ് മോനും ഒരെണ്ണം എടുത്തു, അതും മേടിച്ചു. യാത്ര എങ്ങനെയുണ്ടായിരുന്നു മോനോ? മച്ചോ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറാണ്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ? അപ്പം ഞങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.